വെൽക്കം. റഹ്മാനാണ്. മൈക്രോബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ ബൊറേലിയ സ്പീഷീസിനെ കുറിച്ചിട്ടാണ്. ബൊറേലിയ ഇവ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചിട്ടാണ്, ഡിസീസസിനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ ഇവിടെ ലൈം ഡിസീസിനെ കുറിച്ച് പറയും. സോ ഇതാണ് പ്രധാനം. ആൻഡ് ഓൾസോ റിലാപ്സിംഗ് ഫീവറിനെ കുറിച്ച് പറയും. ആൻഡ് ഓൾസോ വിൻസെൻസ് അഞ്ചൈന ഇതിനെ കുറിച്ച് കൂടി പറഞ്ഞു പോകണം. സോ ബൊറേലിയ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് ബൊറേലിയ സ്പീഷീസ് മൂലം. ബൊറേലിയ വരുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലെ സ്പൈറോക്കീറ്റിൽ വരുന്നതാണ്. സ്പൈറോക്കീറ്റിൽ വരുന്നതാണ് ഈ ബൊറേലിയ എന്ന് പറയുന്നത്. സ്പൈറോക്കീറ്റിൽ നമ്മൾ മറ്റ് പഠിച്ചിട്ടുള്ള ഏതൊക്കെയായിരുന്നു? ഒന്ന് സിഫിലിസ് ഉണ്ടാക്കുന്ന ട്രിപ്പിനിമം പാലിഡം നമ്മൾ പറഞ്ഞു. ദെൻ വെയിൽസ് ഡിസീസ് ഉണ്ടാക്കുന്ന ലെപ്റ്റോസ്പൈറോ നമ്മൾ പറഞ്ഞു. സോ അതെല്ലാമാണ് മറ്റ് സ്പൈറോകീറ്റ്സ് എന്ന് പറയുന്നത്. സോ ബൊറേലിയ ഈസ് അനദർ സ്പൈറോകീറ്റ്സ്. ആൻഡ് സ്പൈറോകീറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഷേപ്പ് ഒരു ഹെലിക്കൽ ഇൻ ഷേപ്പാണ്. ഹെലിക്കലാണ് അല്ലെങ്കിൽ സ്പൈറൽ ആണ്. സ്പൈറോ എന്ന് പറയുമ്പോൾ സ്പൈറോകീറ്റ് ഓർ കോർക്ക് സ്ക്രൂ പോലെയുള്ള ഷേപ്പ്. സോ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാം. ആൻഡ് സൈസസ് ഓരോ സ്പീഷീസ് തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ 3 സ്പീഷീസിനെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ട് പറയാം. സോ ഇവ തമ്മിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, എങ്കിലും ഇത് കുറച്ചും കൂടി വലുതാണ് വെൻ കമ്പയർ ടു അതർ ട്രിപ്പനീമ അതൊക്കെ ആയിട്ട് നോക്കുമ്പോൾ. ദിസ് ബർഗ്ഡോർഫെറി എന്ന് പറയുന്ന സ്പീഷീസ് കുറച്ചും കൂടി വലുതാണ്. ആൻഡ് ദിസ് ബൊറേലിയ മോട്ടൈൽ ആണ്. മോട്ടൈൽ എന്ന് പറയുമ്പോൾ ദീസ് ഹാവ് എ ട്വിസ്റ്റഡ് മോട്ടിലിറ്റി ആണുള്ളത്. സോ ദീസ് ആർ മോട്ടൈൽ ഓർഗാനിസം ആണ്. ട്വിസ്റ്റഡ് മോട്ടിലിറ്റി ആണ് ഇവയ്ക്കുള്ളത്. സോ ട്വിസ്റ്റഡ് മോട്ടിലിറ്റി ഉണ്ടാവാൻ കാരണം ബിക്കോസ് ഓഫ് ദിസ് എൻഡോഫ്ലജല്ല ഉണ്ട്. മൾട്ടിപ്പിൾ പെരിട്രൈക്കസ് എൻഡോഫ്ലജല്ല ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മോട്ടിലിറ്റി ഒരു ട്വിസ്റ്റ്. സോ പെരിട്രൈക്കസ് ഫ്ലജല്ല എന്നുകൂടി നമുക്ക് എഴുതിയേക്കാം. ആൻഡ് ഗ്രാം നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. ഗ്രാം നെഗറ്റീവ് ആണെങ്കിലും ഗ്രാം നെഗറ്റീവിന്റെ സ്റ്റെയിൻ കൊണ്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. സോ അനിലിൻ ഡൈസ് നമ്മൾ ഉപയോഗിക്കണം. അനിലിൻ ഡൈസ് ഏതൊക്കെയാണ്? പ്രധാനം റൈറ്റ്, RIGHT റൈറ്റ് ഡൈ ഉണ്ട്. പിന്നെ ജീസ്മാസ് സ്റ്റെയിൻ എന്ന് പറയുന്ന സ്റ്റെയിൻ, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഇത് ലൈം ഡിസീസ് ഉണ്ടാക്കുന്ന ദിസ് വൺ ബൊറേലിയ ബർഗ്ഡോർഫെറി. സോ ഇത് നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റും. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഇത് സ്റ്റെയിനിൽ വെച്ച് കാണാൻ പറ്റും. പക്ഷെ ഇവയൊക്കെ നമുക്ക് ഡാർക്ക് മൈക്രോസ്കോപ്പി വെച്ചിട്ടാണ് നമ്മൾ ഇവയെ ഐഡന്റിഫൈ ചെയ്യുക, കാണുക. ആൻഡ് ബൊറേലിയാസ് ആർ നോൺ ക്യാപ്സുലേറ്റഡ് ആണ്. ക്യാപ്സ്യൂൾ ഇല്ല. ആൻഡ് നോ എൻഡോസ്പോർ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. ആൻഡ് ദീസ് ഓൾ ആർ മൈക്രോ എയറോഫിലിക് ആണ് എന്നുള്ളതാണ്. ആൻഡ് ഇവയ്ക്ക് DNA ഉണ്ട്. ആൻഡ് DNA ഈസ് ലീനിയർ DNA ആണ് ഇവയ്ക്ക് ഉള്ളത്. സർക്കുലർ DNA അല്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ബൊറീലിയ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺ ഈസ് ഞാനിവിടെ പറഞ്ഞു ബൊറീലിയ ബർഗ്ഡോർഫെറി ആണ് പ്രധാനപ്പെട്ടത്. ആൻഡ് ദിസ് ബർഗ്ഡോർഫെറി ആണ് ലൈം ഡിസീസ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളതിനെ ലൈംസ് ബൊറേലിയോസിസ് എന്നും വിളിക്കും. ആൻഡ് ഇത് പ്രധാനമായിട്ടും US-ലാണ്. ആൻഡ് യൂറോപ്പിലോ അല്ലെങ്കിൽ ഏഷ്യയിലൊക്കെ ആണെങ്കിൽ ഈ ബർഗ്ഡോർഫെറി അല്ല, അവിടെ ഉണ്ടാക്കുന്നത് ബൊറേലിയ അഫ്സേലി എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ദെൻ ഓൾസോ ബൊറേലിയ ഗരീനി. സോ ഇതൊക്കെയാണ് അവിടെ എന്തുണ്ടാക്കുന്നത്? ലൈംസ് ഡിസീസ് ഉണ്ടാക്കുന്നത്. സോ US-ലാണ് ബർഗ്ഡോർഫെറി എന്ന് പറയുന്ന സംഭവം. ഇനി അടുത്തത് റിലാപ്സിംഗ് ഫീവർ ആണ്. റിലാപ്സിംഗ് ഫീവർ ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും ഇതാണ് ബൊറേലിയ റിക്കറന്റിസ് ആണ് ഇത് റിലാപ്സിംഗ് ഫീവർ ഉണ്ടാക്കുന്നത്. ആൻഡ് വേറെ ഏതെങ്കിലും ഉണ്ടാക്കുന്ന വെച്ചാൽ റിലാപ്സിംഗ് ഫീവർ ഉണ്ടാക്കുന്നത് മറ്റ് സംഭവങ്ങൾ ബൊറേലിയ ഹെർമീസി എന്ന് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ബൊറേലിയ ഡറ്റോനി എന്ന് പറയുന്നതും ഉണ്ടാക്കുന്നുണ്ട്. സോ ഇതെല്ലാം പ്രധാനപ്പെട്ട സ്പീഷീസ്. വേറെയും ഇഷ്ടംപോലെ ഉണ്ടാവും. പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞ റിലാപ്സിംഗ് ഫീവർ ഉണ്ടാക്കുന്നതാണ്. ഇനി മറ്റൊരു ബൊറീലിയ എന്ന് പറയുന്നത് ബൊറീലിയ വിൻസെന്റിയ. സോ ബൊറീലിയ വിൻസെന്റി ഉണ്ട്. ആൻഡ് വിൻസെന്റി ഉണ്ടാക്കുന്നത് ഓറൽ അസുഖമാണ്. വിൻസെന്റ് അഞ്ചൈന ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതാണ് അതിന്റെ മറ്റൊരു പേര്. പക്ഷെ അതിന്റെ വേറൊരു പേര് അൾസറേറ്റീവ് ജിൻജൈവോ സ്റ്റോമറ്റൈറ്റിസ് ആണ് ഉണ്ടാകുന്നത്. സോ ഇത് മൂന്നുമാണ് നമുക്ക് ബൊറേലിയ മൂലമുള്ള പ്രധാനപ്പെട്ട രോഗങ്ങളും. ആൻഡ് ഓൾസോ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ് ബൊറേലിയയിൽ വരുന്ന മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ ഇനി നമുക്ക് ലൈം ഡിസീസിനെ പറ്റിയാണ് നമുക്ക് പറയേണ്ടത്. രോഗമുണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു ബൊറേലിയ ബർഗ്ഡോർഫെറി ആണ് പ്രധാനമായിട്ടും US-ലൊക്കെ ഉണ്ടാക്കുന്നത്. ആൻഡ് ദിസ് ഇസ് എ വെക്ടർ ബോൺ ഡിസീസ് ആണ് എന്നുള്ളത്. ആൻഡ് ഇവയ്ക്ക് ദിസ് ബർഗ്ഡോർഫെറിക്ക് പ്രധാനമായിട്ടും ടോക്സിൻസ് ഒന്നും കാര്യമായിട്ടില്ല. ആൻഡ് ലിപ്പോപോളിസാക്കറൈഡ്സ് ഒന്നും കാര്യമായിട്ടില്ല. സോ ഇങ്ങനെയുള്ള വിർലൻസ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. ആൻഡ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഔട്ടർ സർഫസ് പ്രോട്ടീൻ A എന്ന് പറയുന്ന സംഭവമുണ്ട്, ഔട്ടർ സർഫസ് പ്രോട്ടീൻ C. സോ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. സോ ഇത് മൂലമുള്ള ഇമ്മ്യൂൺ റിലേറ്റഡ് പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുക. പിന്നെ ഉള്ളത് പ്രോട്ടിയേസ് ആണ്. സോ ഓൾസോ പ്രോട്ടിയേസ്. ഈ പ്രോട്ടിയേസ് മൂലം ഈ രോഗം ശരീരത്തിൽ വ്യാപിപ്പിക്കാൻ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഡിസെമിനേഷൻ ആണ് സഹായിക്കുക അല്ലെങ്കിൽ ഉണ്ടാകുക. ആൻഡ് ഈ രോഗാണുവിന്റെ ബർഗ്ഡോർഫെറിയുടെ നാച്ചുറൽ ആയിട്ടുള്ള റിസർവോയർ, സോ നാച്ചുറൽ റിസർവോയർ എന്ന് പറയുന്നത് മൗസ് ആണ്. മൗസ്, വൈറ്റ് ഫൂട്ടഡ് മൈസ്. ഓക്കെ, വൈറ്റ് ഫൂട്ടഡ് മൈസ് ആണ് സാധാരണ രീതിയിലുള്ള റിസർവോയർ. പിന്നെ ഉണ്ട് ഡിയർ ഉണ്ട്, ഇതാണ് പക്ഷെ പ്രധാനപ്പെട്ടത്. ആൻഡ് ഇവയിൽ നിന്നോ, സോ മൗസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൗസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് റോഡൻസ് ഏതെങ്കിലും നിന്നോ രോഗാണു ടിക്സിനകത്തേക്കാണ് എത്തുക. സോ വെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ടിക്കാണ്. ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർ ലൈക്ക് ഇൻസെക്റ്റ് ആണ് ഈ ടിക് എന്ന് പറയുന്നത്. ഏത് ടിക്കാണെന്ന് ചോദിച്ചാൽ ഇക്സോഡ്സ് വിഭാഗത്തിൽ വരുന്ന ടിക്കാണ്, അല്ലെങ്കിൽ നമ്മൾ അവയെ ഡിയർ ടിക് എന്നും വിളിക്കും. ആൻഡ് ഇവിടെ പ്രത്യേകത ദീസ് ആർ ഹാർഡ് ഷെൽഡ് ടിക്കാണ്. ഹാർഡ് ഷെല്ലാന്ന് വെച്ചാൽ മുഖത്ത് മുകളിലുള്ള ആ ഭാഗം, അതിന്റെ ഷെൽ എന്ന് പറയുന്നത് ഹാർഡ് ആയിട്ടുള്ള ടിക്കാണ്. സോ അങ്ങനെയുള്ളതാണ് ഇക്സോഡ്സ് എന്ന് പറയാം. ആൻഡ് ഇവിടെ കാലുകൾ ബ്ലാക്ക് ആണ്. സോ ബ്ലാക്ക് ലെഗ്ഡ് ടിക്സ് എന്നും നമ്മൾ ഇവയെ വിളിക്കാറുണ്ട്. അതാണ് ഇക്സോഡ്സ്. സോ ഇക്സോഡ്സ് ആണ് വെക്ടർ. രോഗം മനുഷ്യനുണ്ടാക്കുന്നത് ഇവ മനുഷ്യനെ കടിക്കുമ്പോഴാണ്. സോ US-ലുള്ള ഇക്സോഡുകളുടെ പേര് ഒന്ന് ഇക്സോഡ് കാപ്പുലാരിസ് എന്ന് പറയുന്നതാണ് ഒരെണ്ണം. പിന്നെ പസഫിക് ഏരിയയിലാണെങ്കിൽ പസഫിക്കസ് എന്ന് പറയുന്നുണ്ട്. സോ അറ്റ്ലാന്റിക് ഏരിയയിലും പസഫിക് ഏരിയ US-ന്റെ അപ്പുറം. ഓക്കെ, ആൻഡ് മറ്റ് ഏരിയയിൽ ഉണ്ടാക്കുന്നത് ഇക്സോഡ് തന്നെ റിസിമസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ സ്പീഷീസിന്റെ പേര് പെർസുൽ കാറ്റസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസും കൂടിയുണ്ട്. സോ ഇക്സോഡ്സ് ആണ് ട്രാൻസ്മിറ്റർ ഓഫ് ദ ഡിസീസ് അല്ലെങ്കിൽ വെക്ടർ ഓഫ് ദ ഡിസീസ് എന്ന് പറയുന്നത് ഇക്സോട്ടിക്കുകളാണ്. സോ ഇറ്റ്സ് എ ടിക് ബോൺ ഡിസീസ്. സോ ഒരു മെച്ചുവർ ഇക്സോഡിന് ഒരു 3 millimeter സൈസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ നിംഫ് എന്ന് പറയുന്നത് അതിന്റെ ലാർവയൊക്കെ വിരിഞ്ഞു വരുന്ന കുഞ്ഞ് എന്തോരം ഉണ്ടാവുന്ന ആലോചിച്ചു, വളരെ വളരെ ചെറുതാണ്, കടിച്ചാൽ അറിയണമെന്ന് പോലുമില്ല. സോ കാട്ടിലും മറ്റും നമ്മൾ ഫോറസ്റ്റ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കടി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഒരുപാട് നേരം മോർ ദാൻ 24 hours ഒക്കെ ഇത് കടിച്ച് ശരീരത്തിലിരിക്കുമ്പോഴാണ് ഈ രോഗം കിട്ടുന്നത്. ഓക്കെ, സോ ഇക്സോഡ് കടിച്ചു കഴിഞ്ഞാൽ 3 days 3 ദിവസം to 1 month ഇതിനിടയിൽ അപ്പോൾ ഉണ്ടാവുന്ന സ്റ്റേജ് ആണ് സ്റ്റേജ് 1. സോ രോഗത്തിന്റെ സ്റ്റേജ് 1 ആണ് ഇപ്പം ഉണ്ടാവുക. ആദ്യഘട്ടം കടിച്ച ഭാഗത്തും മറ്റുമാണ് ഉണ്ടാകുന്നത്. സോ അത് അപ്പോൾ എയർലി ലോക്കലൈസ്ഡ് ആണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. സോ കടിച്ച ഭാഗത്ത് ആ ഭാഗത്ത് ടാർജറ്റ് റാഷ് ഉണ്ടാകും. ആൻഡ് ഒരു പ്രത്യേക രീതിയിലുള്ള ടിപ്പിക്കൽ ബുൾസൈ ഷേപ്പ് ആണ്. സോ ഇത് റാഷ് ആണെങ്കിൽ ഒരു 5 millimeter തിക്നെസ് ഉള്ള, പിന്നെ ഒരു 50 millimeter ഒക്കെ തിക്നെസ് ഇപ്പുറത്ത് ഇങ്ങനെ വീണ്ടും ഒരു റാഷ് ഉണ്ടാകും. സോ ഇൻ ബിറ്റ്വീൻ റാഷ് ഇല്ലാത്തൊരു ഏരിയയും കൂടി കാണാം. അതുകൊണ്ടാണ് സോ ബുൾസ് ഐ റാഷ് എന്ന് പറയാം. സോ നടുവിലൊരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ദെൻ കുറച്ച് ഭാഗത്തില്ല, ദെൻ അതിന് ചുറ്റും വീണ്ടും ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. സോ സെൻട്രൽ എർത്തീമ, സോ ഇത് ഇവിടെ ഒരു സെൻട്രൽ എർത്തീമ ഉണ്ടാകും. ദെൻ മൈഗ്രേറ്ററി, അതിങ്ങോട്ടേക്ക് പോയി മൈഗ്രേറ്ററി എർത്തീമ ലീഷൻസ് ഉണ്ടാകും. സോ അപ്പൊ അതിനെ നമ്മൾ പേര് വിളിക്കുന്നത് എർത്തീമ മൈഗ്രൻസ് എന്നാണ് ഈ റാഷിനെ നമ്മൾ വിളിക്കുക. 60 to 70% കേസിൽ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഇല്ലെങ്കിലും ഇല്ലാതെയും ഇരിക്കാം, ഉണ്ടാവണം എന്ന് നിർബന്ധം ഒന്നുമില്ല. സോ അപ്പോൾ ഒരു എർത്തീമ മൈഗ്രൻസ് ആദ്യം ഉണ്ടാകും. ദെൻ രണ്ടാമത്തെ പ്രശ്നം ഫ്ലൂ ലൈക്ക് സിംറ്റംസ്, പനി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടി കാണിക്കും. സോ ഇതാണ് സ്റ്റേജ് 1. ഇത് കടിച്ചു കഴിഞ്ഞാൽ 3 days to 1 monthിനിടയിൽ ഉണ്ടാകുന്നതാണ് സ്റ്റേജ് 1. ഇനി ഡേയ്സ് ടു വീക്ക് ശേഷം, ആഴ്ചകൾക്ക് ശേഷം ഉണ്ടാകുന്നതാണ് സ്റ്റേജ് 2 ഓഫ് ദ ഡിസീസ്. ഓക്കെ, ആൻഡ് ഇത് അപ്പോഴത്തേക്കും മറ്റേ സംഭവങ്ങൾ ബ്ലഡ് സ്ട്രീം വഴി ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തിയതിന് ശേഷമുള്ള ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് സ്റ്റേജ് 2 എന്ന് പറയും. ആൻഡ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അറൌണ്ട് നെർവിന് ചുറ്റും കൂടുതലായിട്ട് കാണാം. ദെൻ സൈനോവിയൽ ജോയിന്റ്സിന് ചുറ്റും കൂടുതലായിട്ടുണ്ടാകും. സോ ഇതാണ് സ്റ്റേജ് 2 ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് early disseminated stage. സോ ഇതാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ സ്വോളൻ ലിംഫ് നോഡ്സ് കുറച്ച് വീർത്ത് ഇരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അവിടെ ഇൻഫ്ലമേറ്ററി ഉണ്ടാകും. സെക്കൻഡറി ആനുലാർ സ്കിൻ ലീഷൻസ്, സോ ആ സ്കിൻ ലീഷൻസിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിരിക്കാം. ആൻഡ് ഇതിനൊപ്പം ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉണ്ടായിരിക്കാം. ഒരു 10 to 20% പേരിലൊക്കെയാണ് ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉണ്ടാകുന്നത്. ആൻഡ് ഫേമസ് ഈസ് ബൈലാറ്ററൽ, 2 സൈഡിലുമുള്ള ബെൽസ് പാൽസി ആണ്, വായിലെ ആ മസിലിന്റെ പ്രശ്നം. ഫേഷ്യൽ നെർവ് ബെൽസ് പാൽസി 2 സൈഡിലും ഉണ്ടാകാം. ആൻഡ് അതിനൊപ്പം തന്നെ മൈഗ്രേറ്ററി മയാൾജിയ എന്ന് വെച്ചാൽ മസിൽ പെയിൻ ആണ്, നമുക്കറിയാം. ഹെഡ് ഏക്ക്, തലവേദന ഉണ്ടാകാം. എക്സ്ട്രീം ആയിട്ടുള്ള ക്ഷീണം, എക്സ്ട്രീം ഫറ്റീഗ് ഉണ്ടാകാം. ദെൻ ചിലപ്പോൾ കൺജങ്ക്ടൈവൈറ്റിസ് പോലെയുള്ള സംഭവങ്ങളുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ന്യൂറോളജിക്കൽ സിംറ്റംസ് ആണ്. ദെൻ കാർഡിയോവാസ്കുലർ സിംറ്റംസ് ഉണ്ടാകാം. കാർഡിയോവാസ്കുലർ സിംറ്റംസ് ഒരു 5% പേരിലൊക്കെ ഉണ്ടാകുന്നത് ഹൃദയത്തെ ബാധിക്കാം. സോ പാൽപിറ്റേഷൻസ് ഉണ്ടാകാം. ദെൻ AV ബ്ലോക്ക്, സോ ഇതുമൂലം
അരിത്മിയാസ്, ഹൃദയത്തിന്റെ താളക്രമം തെറ്റാം. മയോകാർഡൈറ്റിസ് ഉണ്ടാകാം, മയോകാർഡൈറ്റിസ് ആൻഡ് ഓൾസോ പെരികാർഡൈറ്റിസ് പോലെയുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ ഉള്ളത് 60% പേരിലും ഉണ്ടാകുന്നത് ട്രാൻസിയന്റ് ആർത്രൈറ്റിസ് ആണ് ഉണ്ടാകുന്നത്. സോ അപ്പോൾ ഇത് സൈനോവിയൽ ജോയിന്റിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. ആൻഡ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് മുട്ടുകാലിനെയാണ്, നീലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. സോ ഇതാണ് സ്റ്റേജ് 2. ഇപ്പോൾ സ്റ്റേജ് 2 കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജ് 3 ഓഫ് ദ ഡിസീസ് ആണ്. ഇതിനെ നമ്മളിപ്പോൾ ലേറ്റ് പെർസിസ്റ്റന്റ് സ്റ്റേജ് എന്നാണ് നമ്മൾ ഇതിന് വിളിക്കുന്നത്. സോ മന്ത്സ് ടു ഇയേഴ്സ്, മാസങ്ങൾ ടു വർഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ക്രോണിക് ആർത്രൈറ്റിസ് ആയി. സോ ക്രോണിക് ആർത്രൈറ്റിസ് ആയിട്ടായിരിക്കും മിക്കവാറും പലപ്പോഴും രോഗികൾ വരിക എന്നുള്ളതാണ്. സോ മോസ്റ്റ്ലി നീ മുട്ടുകാലിൽ തന്നെയാണ് ഈ പ്രശ്നം. സോ ഇത് ഇമ്മ്യൂണോ കോംപ്ലക്സ് റിലേറ്റഡ് ആണ്. സോ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഉണ്ടായിട്ട് മുട്ടുകാലിൽ വരുന്നതാണ്. ആൻഡ് അവിടെ ഭയങ്കരമായിട്ടുള്ള ഡിസ്കളറേഷൻ, അതിന് ചുറ്റും ഡിസ്കളറേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ സ്വെല്ലിംഗ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. സോ ആർത്രൈറ്റിസ് ആണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. രണ്ടാമത്തത് പെരിഫറൽ ന്യൂറോപ്പതി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദെൻ ബ്രെയിനെ ബാധിച്ചു കഴിഞ്ഞാൽ എൻസെഫലോപ്പതി പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. സോ സ്റ്റിക്കിന്റെ സലൈവയിലൂടെ വന്ന് നമ്മുടെ സ്കിന്നിൽ കയറി, സ്കിന്നിലൂടെ ഇൻവേർട്ട് ചെയ്ത് ബ്ലഡ് സ്ട്രീമിലെത്തി സ്പ്രെഡ് ചെയ്ത് ഹോസ്റ്റ്, CNS, ജോയിന്റ്സ് ഇങ്ങനെയൊക്കെ ബാധിക്കുന്ന രോഗമാണ് ലൈംസ് ഡിസീസ് എന്ന് പറയുന്നത്. സോ ബ്ലഡ് ബോൺ ഡിസീസ് കൂടി ആണ് ഇത് ലൈംസ് ഡിസീസ് എന്നും പറയാം. സോ ഇറ്റ്സ് ഓൾസോ ടിക്ക് മൂലമാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് കൊടുക്കാനായിട്ടും ട്രീറ്റ്മെന്റ് നമുക്ക് ഉപയോഗിക്കുന്നത് സാധാരണ ഡോക്സിസൈക്ലിനാണ്. ഡോക്സിസൈക്ലിൻ ഗർഭിണികൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അമോക്സിസിലിനോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈവൻ സെഫ്ട്രിയാക്സോൺ പോലുള്ള 3rd ജനറേഷൻ സെഫലോസ്പോറിൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ഡിസീസ് എന്ന് പറയുന്നത് റിലാപ്സിംഗ് ഫീവർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബൊറേലിയ റിക്കറൻറ്റിസ് ഉണ്ടാക്കാം, ഹെർമീസി ഉണ്ടാക്കാം, ഡെറ്റോണി. സോ ഇത് മൂലം ഉണ്ടാവുന്നതാണ് ഈ റിലാപ്സിംഗ് ഫീവർ എന്ന് പറയുന്നത്. ആൻഡ് ഇത് 2 തരമുണ്ട്. റിലാപ്സിംഗ് ഫീവർ 2 തരമുണ്ട്. അത് വൺ ഈസ് പെഡിക്കുലസ് ഹ്യൂമൻസ് വഴി. പെഡിക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിനാണ്. പെഡിക്കുലസ് ഹ്യൂമൻ, മനുഷ്യന്റെ തലയിലെ പെയിൻ അതിലൂടെ ഉണ്ടാവുന്നതാണ്. സോ ഇതാണ് രോഗം പരത്തുന്നത്. സോ ബോഡി ലൗസ് വഴി ഉണ്ടാകുന്നതാണ്. ബോഡി ലൗസ് എന്ന് വെച്ചാൽ തലയിലെ പെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുന്നത് എപ്പിഡമിക് റിലാപ്സിംഗ് ഫീവർ എന്നാണ് ഇതിനെ വിളിക്കുക. വേറൊരു പേര് ഫാമിൻ ഫീവർ. ക്രൗഡഡ് പ്ലേസിലൊക്കെ നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാം. ട്രാൻസ്മിഷൻ വഴി, ലൗസ് വഴി പകരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ആൻഡ് ദിസ് ഈസ് മോർ ഡേഞ്ചറസ് ആണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ റിലാപ്സിംഗ് ഫീവർ കൂടുതൽ ഡേഞ്ചറസ് ആണ്. ആൻഡ് ഇവിടെ മാൻ ഈസ് ദ ഓൺലി ഹോസ്റ്റ്, മനുഷ്യൻ മാത്രമാണ് ഇതിന്റെ ഹോസ്റ്റ്, അല്ല റിസർവോയർ എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ ഇത് സൂനോട്ടിക് അല്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ റിലാപ്സിംഗ് ഫീവർ എന്ന് പറയുന്നത് സോഫ്റ്റ് ഷെൽഡ് ആയിട്ടുള്ള ടിക്സ് മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ടിക്സ് മൂലം പറഞ്ഞു കണ്ടു, ഇതും ടിക്സ് മൂലം ഉണ്ടാകുന്നതാണ്. ആൻഡ് ഇതിന്റെ സംഭവങ്ങൾ മൈസിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാകുന്നത്. സോ ദിസ് ഇസ് എ ടിക് ബോൺ റിലാപ്സിംഗ് ഫീവർ ആണ്. ആൻഡ് ഇതിനെ നമ്മൾ വേറെ വിളിക്കുക എൻഡമിക് റിലാപ്സിംഗ് ഫീവർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ആൻഡ് ഈ ടിക്കിന്റെ പേര് ഓർണിത്തോഡോറസ് സ്പീഷീസിൽ വരുന്ന ടിക്സ് ആണ് ഇത് പരത്തുന്നത്. സോ ദിസ് ഇസ് സോഫ്റ്റ് ഷെൽഡ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഹാർഡ് ഷെൽഡ് ആയിട്ടുള്ളതായിരുന്നു. ആൻഡ് എന്തുകൊണ്ടാണ് ഇതിനെ റിലാപ്സിംഗ് ഫീവർ എന്ന് വിളിക്കുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളെ ഈ സംഭവങ്ങൾ കുത്തുന്നു, അതിനുശേഷം 2 to 3 ദിവസം ഇടവിട്ട് നമുക്ക് 3 to 10 എപ്പിസോഡ്സ് വരെ ഇങ്ങനെ കടുത്ത പനി ഉണ്ടാകും. പനി വരും പോകും. അതുകൊണ്ടാണ്. സോ അപ്പോൾ ആദ്യം ഒരു 2 to 3 ദിവസം ഹൈ ഫീവർ ആയിരിക്കും, നല്ല പനിയായിരിക്കും, ഹെഡേക്ക്, തലവേദന, റിഗർ ഉണ്ടായിരിക്കാം, ദെൻ ഭയങ്കര ക്ഷീണം, ലെത്താർജി കാണാം, ദെൻ രോഗി ക്യാൻ ബി ഡെലീറിയം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം, ആൻഡ് നോൺ പ്രൊഡക്റ്റീവ് കഫ് ഉണ്ടായിരിക്കാം, ആർത്രൈറ്റിസ് ഒക്കെ കാണാം, ദെൻ വേദന, മസിലിന് മയാൾജിയ. സോ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് കാണും. ദെൻ അതങ്ങ് മാറും. അപ്പോൾ അതിനുശേഷം മാറുമ്പോൾ ഒരു മോർബിലിഫോം റാഷ് കൂടി ഉണ്ടായിരിക്കും. ആൻഡ് ഇത് മാറി 2 to 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും 1 to 2 ദിവസം പനിയായിരിക്കും. പിന്നെ ഇത് മാറി വീണ്ടും 2 to 3 ദിവസം കഴിയുമ്പോൾ മാറുന്നു, പിന്നെ 1 to 2 ദിവസം പനി. അപ്പോൾ ഇതേപോലെ ഇടവിട്ട് പനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 10 to
12 ദിവസം വരെ സൈക്കിൾ തുടരും എന്നതാണ്. സോ ഇതാണ് റിലാപ്സിങ് ഫീവർ. സോ ആ പനി കൂടുന്നത് ബാക്ടീരിയയുടെ ഡിവൈഡിങ് സ്റ്റേജിൽ ആയിരിക്കും ഈ പനി കൂടുതലായിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാവുന്നത് പെൻസിലിൻസ് നമുക്ക് കൊടുക്കാം, ടെട്രാസൈക്ലിൻ നമുക്ക് കൊടുക്കാം. ആൻഡ് ഇവിടെ കാണുന്ന ഒരു കണ്ടീഷൻ, 2 കണ്ടീഷൻ ഞാൻ പറയാം. അസോസിയേറ്റഡ് വിത്ത് ഹെപ്പാറ്റോമെഗാലി ആൻഡ് ഓൾസോ സ്പ്ലീനോമെഗാലി. ഈ പനിയുള്ള സമയത്ത് ലിവർ അങ്ങനെ സൈസൊക്കെ വലുതാവുന്നതാണ് ഹെപ്പാറ്റോമെഗാലി, ദെൻ സ്പ്ലീനോമെഗാലി, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് കാണാം. അപ്പോൾ മൂന്നാമത്തത് ബൊറീലിയ വിൻസെന്റി മൂലം ഉണ്ടാകുന്ന വിൻസെൻസ് അഞ്ചൈനയാണ്. ഇതെല്ലാം എൻ്റെ പ്രധാനപ്പെട്ട പേര്. ആൻഡ് ഇത് നോർമൽ മൗത്ത് കമൻസിലാണ്. നോർമലായിട്ട് നമ്മുടെ വായിൽ കമൻസിലായിട്ട് ജീവിക്കുന്നതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴോ മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഇത് വരിക. ഉണ്ടാക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ അൾസറേറ്റീവ് ജിഞ്ചൈവോ സ്റ്റോമറ്റൈറ്റിസ്. സോ വായിലാണ്. ജിഞ്ചൈവോ എന്ന് വെച്ചാൽ നാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും മോണയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സ്റ്റോമറ്റൈറ്റിസ് എന്ന് വെച്ചാൽ വായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പം ഉണ്ടാകുന്ന വിൻസെൻസ് അഞ്ചൈനയാണ് രോഗം. അല്ലെങ്കിൽ മറ്റൊരു പേര് അക്യൂട്ട് നെക്രോടൈസിങ് അൾസറേറ്റീവ് ജിഞ്ചിവൈറ്റിസ് എന്നും നമ്മൾ പറയാം. സോ മോണയിലൊക്കെയാണ് പ്രശ്നങ്ങൾ. ആൻഡ് സാധാരണ ഇത് ഒറ്റയ്ക്കായിരിക്കില്ല. നമ്മൾ പറഞ്ഞ ഈ ബൊറേലിയ വിൻസെന്റി മാത്രമായിരിക്കില്ല, അതിനോടൊപ്പം തന്നെ ഫ്യൂസോ ബാക്ടീരിയവും കൂടി ഉണ്ടാകും. ഫ്യൂസോ ബാക്ടീരിയം. സോ ബൊറേലിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്പൈറോക്കീറ്റിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്യൂസോ ബാക്ടീരിയം രണ്ടും കൂടി ചേർത്തിട്ട് ഉണ്ടാകുന്ന അസുഖമാണ്. സോ ഫ്യൂസോ സ്പൈറോക്കീറ്റോസിസ് എന്ന് വിളിക്കും. സോ 2 രോഗാണുക്കൾ കൂടി ചേർന്നായിരിക്കും അപ്പോൾ ഉണ്ടാകുക. സോ മിക്സഡ് ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാകുക. അപ്പോൾ നമുക്കിത് കളയാനായിട്ട് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് വായിൽ ഗാർഗിളൊക്കെ ചെയ്യാം. ദെൻ മരുന്നായിട്ട് കഴിക്കണമെങ്കിൽ പെനിസിലിൻസ് പോലെയുള്ളവ നമുക്ക് കഴിക്കാം. ഇനി ബൊറേലിയ നമുക്ക് ലാബിൽ വളർത്തിയെടുക്കാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് സ്ലോ ഗ്രോയിങ് ആണ്. സോ മൈസിലും മറ്റും കുത്തിവെക്കണം നമ്മൾ എടുത്തിട്ട്. സോ ഇതിൻ്റെ ബ്ലഡ് അസുഖമുള്ള സമയത്ത് ബ്ലഡൊക്കെ എടുത്തിട്ട് കുത്തിവെച്ചിട്ട് വേണം നമുക്കതിനെ വളർത്തി എടുക്കാൻ എന്നുള്ളതാണ്. സോ ബ്ലഡ്, സിറം ടിഷ്യൂ അതൊക്കെ നമ്മൾ എടുത്തിട്ട് ബാർബോർ സ്റ്റോയിനർ കെല്ലി അല്ലെങ്കിൽ നമുക്ക് BSK2 എന്ന് എഴുതാം. സോ ഇതൊക്കെ ചേർന്നിട്ടുള്ള സാധനം ചേർത്തിട്ടുള്ള എന്താ പറയുക വളർത്താനുള്ള മീഡിയം, കൾച്ചർ മീഡിയം ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 to 6 വീക്സിൽ നമുക്ക് വളർത്തി എടുക്കണമെങ്കിൽ എടുക്കാം എന്നുള്ളതാണ്. ആൻഡ് ലൈംസ് ഡിസീസിലാണെങ്കിൽ നമുക്ക് ഡിറ്റക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന എന്താണ് ആൻറ്റിബോഡി നമുക്ക് കണ്ടുപിടിക്കാം. ആൻറ്റിബോഡി ദാറ്റ് മീൻസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എയോ ജിയോ അതിൻ്റെയൊക്കെ ടൈറ്റർ നമ്മൾ നോക്കിയിട്ടായിരിക്കും സാധാരണ കണ്ടുപിടിക്കുക. ഇനി PCR ഒക്കെ ചെയ്യാം. ദെൻ എലീസ ടെസ്റ്റ് ഇതിലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് പ്രധാനമായിട്ടും നമ്മൾ ക്ലിനിക്കൽ സെറ്റിംഗ് ആയിരിക്കും നോക്കുക, ആ സംഭവങ്ങളൊക്കെ നോക്കുക. ദെൻ റീസെൻറ്റ് വിസിറ്റ് ക്യാമ്പോ ഔട്ട്ഡോർ വിസിറ്റോ ഫോറസ്റ്റ് വിസിറ്റോ റൂറൽ ഏരിയ വിസിറ്റോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ദെൻ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ലൈംസ് ഡിസീസ് ഒക്കെ കണ്ടുപിടിക്കുക. ആൻഡ് ഇത് വരാതിരിക്കാൻ എന്താണെന്ന് നോക്കാൻ ടിക്കിനെ അവോയ്ഡ് ചെയ്യുക, അവരെ കടിയേൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ വലിയ ഫുൾ കൈയൊക്കെ ഉള്ള ടീഷർട്ട് അങ്ങനെയൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കാലും സോക്സ് ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ഫുൾ മറച്ചിട്ട് പോവുകയാണെങ്കിൽ ഓക്കെയാണ്. കടിയേക്കാതെ നോക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഇൻസെക്ട് റിപ്പല്ലൻസ് സ്പ്രേസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. മൃഗങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങൾക്ക് രോഗം പിടിപെടാതിരിക്കാനായിട്ട് നമുക്ക് അവയ്ക്ക് ഇംപ്രഗ്നേറ്റഡ് കോളേഴ്സോ അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉപയോഗിച്ചൊക്കെ നമുക്ക് ചെയ്യാം. സോ പിടിപെടാതിരിക്കുക എന്നുള്ളതാണ്. ദെൻ വാക്സിനേഷൻ ഉണ്ടോ ലൈംസ് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീകോമ്പിനൻ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ ആ OSP എക്ക് എതിരായിട്ടുള്ള ഒരു ഫ്ലാജെല്ലാർ പ്രോട്ടീനെതിരായിട്ടുള്ള സംഭവങ്ങൾ അവൈലബിൾ ആണ്. ദെൻ ലൈസേറ്റ് വാക്സിൻ ഉണ്ട്. ലൈസേറ്റ് വാക്സിൻ അപ്പോൾ OSP എയും OSP സിയും കൂടി ചേർന്നിട്ടുള്ളതാണ്. സോ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉപയോഗം കുറവായിരിക്കും. മൃഗങ്ങളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബൊറേലിയ ആൻഡ് ബൊറേലിയ മൂലമുള്ള അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.